Dear students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനാണ് പഠിച്ചതല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കാം. Design a rectangular footing for a column of size 250 by 750 mm, carrying a characteristic axial load of 2000 kN. The column is reinforced with 10 bars of 25 mm dia bars in M20 concrete and Fe 450 steel. Safe bearing capacity of soil is 220 kN per m square. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് ഗിവൺ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഗിവൺ ആയിട്ടുള്ളത് ഫസ്റ്റ് എഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് കോളത്തിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇത് ഫൂട്ടിംഗ് ആണെങ്കിൽ കോളത്തിൻ്റെ ഡയമെൻഷൻ നമുക്ക് റെക്ടാങ്കുലർ കോളം തന്നെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ സ്മോൾ സൈഡിനെ എ എന്നും ലോങ്ങർ സൈഡിനെ ബി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 250 mm ആണ്, ബി ഈസ് ഈക്വൽ ടു 750 mm. പിന്നെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക് ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ WC, അതെത്രയാണ്? 2000 kN തന്നിട്ടുണ്ട്. പിന്നെ FCK 20 N/mm എന്നും FI 450 N/mm തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ 220 ആണ്. അതായത് Q0 ഈസ് ഈക്വൽ ടു എന്താണ്? 220 kN/m². ഇത്രയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്. ഇനി നമുക്ക് എന്താണ് പ്രോബ്ലത്തിലോട്ട് പോകാം. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഏരിയ ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു WC പ്ലസ് WF, അതായത് നമുക്ക് തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആക്സിയൽ ലോഡ് പ്ലസ് സെൽഫ് വെയ്റ്റ് ഓഫ് ദി ഫൂട്ടിങ് ആണ്. അത് ഡിവൈഡഡ് ബൈ എന്താണ്? Q0, അതായത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? WF എന്ന് പറഞ്ഞാൽ നമ്മൾ 10% ഓഫ് WC ആണ് എടുക്കുക. അപ്പോൾ 1.1 WC ഡിവൈഡഡ് ബൈ Q0 ദറ്റ് ഈസ് ഈക്വൽ ടു 2000 1.1 ഡിവൈഡ് ബൈ Q20 വിച്ച് ഈസ് ഈക്വൽ ടു 10 m² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി ഫൂട്ടിങ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സൈസ് കണ്ടുപിടിക്കാനാണ്. സൈസ് ഓഫ് ദി ഫൂട്ടിങ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൈഡ് അസ്യൂം ചെയ്തിട്ട് മറ്റേ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ഒരു സൈഡ്, അതായത് ഇപ്പോൾ രണ്ട് ഭാഗത്തും വരുന്ന പ്രൊജക്ഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ x/2 എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് രണ്ട് ഭാഗത്തും പ്രൊജക്ഷൻ ഈക്വൽ ആയ രീതിയിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ x/2 എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് ഏരിയ അറിയാം. അപ്പോൾ ലെങ്ത്ത്, അതായത് ഇതാണ് ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് വരിക. ലെങ്ത്ത് നമ്മൾ എന്താണ്? y ആയിട്ട് ഡിനോട്ട് ചെയ്യും. വിഡ്ത്ത് ബ്രെഡ്ത്ത് നമ്മൾ x ആയിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഓഫ് ഫൂട്ടിങ് ഈസ് ഈക്വൽ ടു ലെങ്ത്ത് എത്രയാണ്? B പ്ലസ് x/2 പ്ലസ് x/2. B എത്രയായിരുന്നു? 750 പ്ലസ് x/2 പ്ലസ് x/2 എന്താണ്? x ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 750 പ്ലസ് x എന്ന് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ മീറ്ററിലും എഴുതാം, എന്ത് ചെയ്യാം? mm എഴുതാം. അപ്പോൾ ഞാൻ 0.75 x എന്ന് എടുക്കുകയാണ്. ബ്രെഡ്ത്ത് ഓഫ് ഫൂട്ടിങ് ആണെങ്കിൽ 0.25 പ്ലസ് x ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത്, അതായത് ലെങ്ത്ത് എത്രയാണ് വരുന്നത്?
അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 10 mm m സ്ക്വയർ എന്നറിയാം. അപ്പോൾ 0.7 പ്ലസ് എക്സ് 75 പ്ലസ് എക്സ് 0.25 പ്ലസ് എക്സ് that is equal to 10. We get x as 2.67 meter എന്ന് കിട്ടും. നമ്മളെന്താണ് അപ്പോൾ ലെങ്ത്ത് വരിക, ലെങ്ത്ത് y is equal to 0.75 plus 2.67 that is equal to 3.42, approximately 3.5 meter എടുക്കുക. അതേപോലെ ബ്രെഡ്ത്ത് x is equal to 0.25 plus 2.67 that is equal to 2.92 that is equal to 3 meter. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും റിവൈസ് ചെയ്തപ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള ഏരിയ ഓഫ് ദി ഫൂട്ടിങ് എത്രയാണെന്നുള്ളത്, അതായത് 3.5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 10.5 മീറ്റർ സ്ക്വയർ ആയി. അതായത് ആക്ച്വൽ ഏരിയ ഓഫ് ഫൂട്ടിങ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഏരിയ ഓഫ് ദ ഫൂട്ടിങ് കിട്ടി, ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് സോയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കാനാണ്. സ്റ്റെപ്പ് 3 സോയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടേർഡ് ലോഡ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പി യു ഇസ് ഈക്വൽ ടു 1.5, അതായത് ഫാക്ടേർഡ് ലോഡാണ്. നമുക്ക് തന്നിട്ടുള്ള ലോഡ് 2000 ആണ്, ഫാക്ടേർഡ് ലോഡ് 1.5, 2000 ഇൻറ്റു 1.5 ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ 1.5 ഇൻറ്റു 2000 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ ഏരിയ 10.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 285.71 കിലോ ന്യൂട്ടൺ പെർ meter square, that is equal to 0.285 Newton per mm square. ഓക്കെ, ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ് 4 ഡെപ്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫൈൻഡ് ഡെപ്ത് ഓഫ് ദ ഫൂട്ടിങ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ ബേസ്ഡ് ഓൺ വൺ വേ ഷിയർ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ വൺ വേ ഷിയർ. അപ്പോൾ എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഫൂട്ടിങ് കോളം നമുക്ക് ഇവിടെ രണ്ട് കേസസ് വരും. അതായത് രണ്ട് കേസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് നമുക്ക് പറയാം അലോങ് എക്സ് ആണെങ്കിൽ നമുക്ക് അത് ഫസ്റ്റ് കേസ്, അതായത് 1 സെക്ഷൻ എടുക്കാം. അലോങ് വൈ ആണെങ്കിൽ സെക്ഷൻ 2. അപ്പോൾ ഈ രണ്ട് കേസിലും വരുന്ന വൺ വേ ഷിയറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്, നമുക്ക് ഈ വൺ വേ ഷിയറിൻ്റെ കാര്യത്തിൽ ക്രിട്ടിക്കൽ സെക്ഷൻ വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാണ്? d from the face of the കോളാണ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d ആണ്, ഈ ഡിസ്റ്റൻസ് പറഞ്ഞാലും d ആണ് രണ്ട് കേസിലും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സെക്ഷൻ 11 ആണ്. സെക്ഷൻ 11 എടുക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? എന്താണ് VU1ൻ്റെ ഇക്വേഷൻ, അതായത് VU1 ഈസ് ഈക്വൽ ടു PU ഇൻറ്റു എക്സ് y മൈനസ്, അതായത് ഈ ഒരു ലെങ്ത്, ഈ ഒരു ഏരിയ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ PU അതായത് ലോഡ് വരുന്നത് എക്സ് ഇൻറ്റു y മൈനസ് b by 2 മൈനസ് d. ഇതാണ് ഇക്വേഷൻ വരിക. അതായത് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഏരിയ ആണെന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി. ഇക്വേഷൻ കാണാണ്ട് പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്താണ് കിലോ ന്യൂട്ടൺ പെർ
മീറ്റർ സ്ക്വയറിൽ എടുക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടെ എളുപ്പമാവുക ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ 285 ഇൻറ്റു വൈ എത്രയായിരുന്നു, എക്സ് എന്ന് പറഞ്ഞാൽ 3000 ആണ്, 3 ആണ് ഇവിടെ വരിക. 3.5 b is equal to 0.75 divided by 2 minus d. d unknown ആണ്. ഓക്കെ, ഇനി അടുത്തത് VC1 ആണ്. അതായത് ഇതിൻ്റെ തന്നെ റെസിസ്റ്റൻസ്, ഇത് ഷിയർ ഫോഴ്സ് ആണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് എന്താണ്, ടോസി ഇൻറ്റു എക്സ് ഡി. അതറിയാലോ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എടുക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡെപ്ത്. അപ്പോൾ ടോസി നമ്മൾ എങ്ങനെ എടുത്തിരുന്നത്, ടോസി ടേബിൾ 90 പേജ് നമ്പർ 73 നമ്മൾ പി ടി ഈസ് ഈക്വൽ ടു 0.25 എന്ന് എന്താണ് അസ്യൂം ചെയ്തിട്ട്, ആൻഡ് M20 കോൺക്രീറ്റ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത് ഈ ഒരു പി ടി നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോസി കണ്ടുപിടിക്കുന്നത്. ടോസി എത്രയാണ് ആ ചാർട്ട് ടേബിളിൽ നിന്ന് കിട്ടുക, 0.36 Nm² എന്ന് കിട്ടും. ഓക്കെ, അത് ഇതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 0.363 ഇൻറ്റു ഡി. അങ്ങനെ ഈ രണ്ട് കേസസ് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഷിയർ ഫോഴ്സ് റെസിസ്റ്റൻസിനെക്കാട്ടിലും കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ VU1 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു VC1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാണ്. അതായത് 285 ഇൻറ്റു 3 ഇൻറ്റു 3.5 മൈനസ് 1.75 by 2 minus d is equal to 0.36 into 3 into d. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് d is equal to 608 mm എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെന്താണ് ഫസ്റ്റ് സെക്ഷൻ, അതായത് സെക്ഷൻ 1 യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഡി എന്നതിൻ്റെ വാല്യൂ നമുക്ക് ഡിക്ക് ഒരു വാല്യൂ കിട്ടി. നമ്മൾ നെക്സ്റ്റ് കേസിൽ എന്താണ്, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണേ ഉള്ളൂ. നമ്മൾ ഡി ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കില്ല, ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് കേസിൽ കൺസിഡർ സെക്ഷൻ 2. അതിൽ VU1 ഈസ് ഈക്വൽ ടു 285 ഇൻറ്റു 3500 ഇൻറ്റു എന്താണ്, ഇവിടെ 3 ആവില്ല, 3.5 3 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 2 മൈനസ് ഡി. ഡി എത്രയാണ്, 608 ആണ്. അത് 0.608 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 765 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനി നമ്മളത് എന്താണ് ടോവി കണ്ടുപിടിക്കുക. അതായത് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. അപ്പോൾ 765 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ കാക്കുക ഇൻറ്റു ബി ഡി. ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അലോങ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും, അതായത് ഷോർട്ടസ്റ്റ് ബ്രെഡ്ത്ത് ആയിരിക്കും വരിക. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ 3000 ഇൻറ്റു ഡെപ്ത്ത് നമുക്ക് കിട്ടിയ 608. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, നമുക്ക് 0.359 എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി ടോസി എത്രയാണ്, 0.36 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് ഈക്വൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ വാല്യൂ ലിറ്റിൽ ലെസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് ടോവി ലെസ് ദാൻ ടോസി ആണ്. അപ്പോൾ എന്താണ് നമുക്ക് സെക്ഷൻ ഡി ഈസ് സഫിഷ്യൻറ്റ് ആൻഡ് സേഫ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്താണ് ഈ രണ്ട് സെക്ഷൻ്റെ കേസിൽ നമുക്ക് എന്താണ് 6.8 mm എന്നുള്ള ഡെപ്ത് ഓക്കെ ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് കേസ്, അതായത് നമ്മുടെ എന്താണ് 2-way ഷിയർ. ചെക്ക് ഫോർ 2-way ഷിയർ. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫൂട്ടിംഗ് ആണ്, കോളം
ഇതിലെ ക്രിട്ടിക്കൽ സെക്ഷൻ d/2 ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരിക. അപ്പോൾ ഷിയർ റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ സെക്ഷൻ is at d/2 distance from the face of the column. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഷിയർ ഫോഴ്സ് is VU2 is equal to PU, അതായത് ഈ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ഏരിയ PU into xy minus a plus d b plus d. ഓക്കെ, അപ്പോൾ എത്രയാണ് PU എത്രയായിരുന്നു, നമ്മൾ 285. xy എന്ന് പറഞ്ഞാൽ a ആണ് ഏരിയ 10.5 മൈനസ് 0.25 അതായത് a ഇൻറ്റു d എത്ര പ്ലസ് 0.608 ഇൻറ്റു 0.75 പ്ലസ് 0.608. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 2666 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ എന്തായി നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടി. ഇനി റെസിസ്റ്റൻസ് VC2 that is equal to നമുക്ക് എന്താണ് ഇക്വേഷൻ ഉണ്ട് എന്തിൽ ക്ലോസ് 31.6.3 പേജ് നമ്പർ 58 ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു KS2C ഇൻറ്റു അതായത് ഇൻറ്റു ഏരിയ ഓഫ് ദി ഈ ഒരു ഡെപ്തിലുള്ള ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ എന്താണ് ആ പെരിമീറ്റർ എടുക്കുക, അതായത് A + B + 2D ഇൻറ്റു 2 എത്ര പെരിമീറ്റർ ഉണ്ടാവും ഇൻറ്റു ഡെപ്ത്. ഇതാണ് എന്ത് വരിക ഇക്വേഷൻ വരിക. KS എന്താണ് 1 ആണ്. പിന്നെ TOC is equal to 0.25 root FCK. It is equal to 0.25 root of 20, which is equal to 1.118 Newton per mm square. Okay, and values VC2 substitute ചെയ്യുമ്പോൾ VC2 is equal to 1.118 into TOC case 1 ആണ് 2 into 250 plus 608 plus 750 plus 608 into D 608. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 302799 1.2 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അത് 3027.991 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ VC2 is less than VU2 is less than VC2 ആണ്. അപ്പോൾ എന്താണ് ഈ ഡെപ്ത് വെച്ചിട്ട് എന്താണ് ഈ ഒരു ക്രൈറ്റീരിയം നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ എന്താ ഈ രണ്ട് ക്രൈറ്റീരിയ അങ്ങനെ ഈ രണ്ട് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമുക്കിപ്പോൾ ഡെപ്ത് കിട്ടി. ഇനി നമുക്ക് ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കണം. ഈ എന്താണ് കിട്ടിയ ഇഫക്റ്റീവ് ഡെപ്ത് യൂസ് ചെയ്തിട്ട് ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഓവറോൾ ഡെപ്ത് എടുക്കുമ്പോൾ വി ക്യാൻ അസ്യൂം ദി ഡയമീറ്റർ ഓഫ് ദി ബാർ പ്രൊവൈഡ് ചെയ്യുന്ന 16 mm ആണെന്ന് എടുക്കുക. അതേപോലെ ക്ലിയർ കവർ ഈസ് ഈക്വൽ ടു 75 mm എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് പറയാം ഓവറോൾ ഡെപ്ത് D ഈസ് ഈക്വൽ ടു D ഡാഷ് പ്ലസ് ക്ലിയർ കവർ പ്ലസ് ഡയമീറ്റർ ബൈ 2. അതായത് നമുക്ക് കിട്ടിയത് എത്രയാണ് 60
8 എന്നാണ് കിട്ടിയത്. അത് പ്ലസ് എത്രയാണ് 16/2 പ്ലസ് 75 നമുക്ക് കിട്ടുക എത്രയാണ് 693 എന്ന് കിട്ടും. വിച്ച് ഈസ് അത് നമുക്ക് 700 mm ആയിട്ട് എടുക്കാം ഓവറോൾ ഡെപ്ത്. അപ്പോൾ ഈ ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇഫക്റ്റീവ് ഡെപ്ത് ഈ കേസിൽ 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് സ്പാനിലും ലാർജർ സ്പാനിലും ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റീൽ അതായത് ഡിഫറെൻറ്റ് എന്താ പറയുക കവറിലാണ് എന്ത് ചെയ്യുന്നത് മീൻസ് വൺ ഓവർ ദി അതറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലെവലിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ അപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഡെപ്ത് അതായത് കവർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡി ഫോർ ദി ബോട്ടം ലെയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡി ഡാഷ് ഡി എന്ന ഡെപ്ത് ഇഫക്റ്റീവ് ഡെപ്ത് ഡി ഫോർ ദി ബോട്ടം ലെയർ 2 ലെയർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റീഇൻഫോഴ്സ്മെൻറ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയാണ് 700 മൈനസ് 75 മൈനസ് 16/2. ഓക്കെ, അതാണ് ഏറ്റവും ബോട്ടം ലെയറിൽ. അത് 617 mm ആയിരിക്കും. ആൻഡ് ഡി ഫോർ ടോപ്പ് ലെയർ റീഇൻഫോഴ്സ്മെൻറ്റ് അതെന്ന് പറഞ്ഞാൽ 700 മൈനസ് കവർ മൈനസ് ചെയ്യുക പ്ലസ് ഒരു ലെയർ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പോൾ ഒരു 16 വരും മൈനസ് 16/2 വിച്ച് ഈസ് ഈക്വൽ ടു 609. ഓക്കെ, സോറി 601. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആണ് എന്തായിട്ട് എടുക്കുക ഇഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കുക. ആവറേജ് അതായത് 617 മൈനസ് പ്ലസ് 601 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 609 mm കിട്ടും. അപ്പോൾ ഇതാണ് 609 ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഓവറോൾ കാൽക്കുലേഷനിൽ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ് നമ്മൾ ഫ്ലെക്ചറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ഡിസൈൻ ചെയ്യണം, അതായത് ഫ്ലെക്ചറൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് അലോങ് ലോങ്ങർ സൈഡ്. ഓക്കെ, ഇപ്പോൾ എടുക്കുമ്പോൾ അലോങ് ദി ലോങ്ങർ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അലോങ് ദി ലോങ്ങർ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കോളമാണ്, ഇത് ലെങ്തിയർ സൈഡാണ് 3500 വരുന്നത്, ഇത് 3000 വരുന്നത് സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ഡയറക്ഷനിലുള്ള മൊമെൻറ്റ് ഡ്യൂ ടു ഫ്ലെക്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് mu y is equal to pu into x y minus a all the square divided by 8. ഇക്വേഷൻ ആണ് 0.72 into 3.5 minus 0.75 whole square divided by 8. 81078 kilonewton meter എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്താണ് mu y, അതായത് മൊമെൻറ്റ് ഇൻ y ഡയറക്ഷൻ വരുന്നത്, അലോങ് y ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ഈ മൊമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് AST കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ASTക്കുള്ള ഇക്വേഷൻ into 10⁻³ is equal to mu is equal to 0.87 Fy AST d into 1 minus AST Fy divided by BD FCK. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ mu എന്താണ് 810.78 into 10⁻³ is equal to 10⁻⁶ 0.87 Fy 415 ആണ്, AST അൺനോൺ ആണ്, ഇൻറ്റു ഡി 609 ആണ്, ഇൻറ്റു 1 മൈനസ് AST അൺനോൺ Fy 415 B 3000
ഡെപ്ത് വരുന്നത് 609, FCK 20. അങ്ങനെ AST ഇതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. AST is equal to 3853.67 mm square എന്ന് കിട്ടും. ഓക്കെ, ഇനി PT കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്? അതായത് AST by AG into 100. ഇപ്പോൾ AST എത്രയാണ്? 3853.67 divided by AG is equal to, സോറി AG അല്ല, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതായത് 3000 into 609, അതായത് 3000 into 609 ചെയ്യുമ്പോൾ BD ആണ്, BD into 100, into 100, we get it as 0.21 Newton, 21% എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ടോസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0.25% ഓഫ് ഗ്രോസ് ഏരിയ ആണ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഷുഡ് പ്രൊവൈഡ് മിനിമം AST ഓഫ് എത്രയാണ്? 0.25% എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ AST കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ AST is equal to 0.25 into ഗ്രോസ് ഏരിയ, അതായത് 3000 into 609, that is equal to 4567 mm square. അടുത്തത് ഈ നമ്പർ ഓഫ് ബാർസ്, ഈ ഏരിയ ഡിവൈഡഡ് ബൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 16 mm ബാർസ് ആണ്, into 16 square. It is equal to 22.7. approximately we can take it as 23 numbers. Okay, 23 numbers എഴുതാം. അടുത്തത് സ്പേസിങ് കണ്ടുപിടിക്കാനാണ്. അതായത് എത്ര സ്പേസിങ്ങിലാണ് നമ്മൾ ഈ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കുക. അതായത് ഇപ്പോൾ ഈ ലെങ്ത് ആയതുകൊണ്ട് സ്പേസിങ് കണ്ടുപിടിക്കുക. നമ്മളെന്താണ് ഇതിൻ്റെ ഈ ഒരു ലെങ്ത് മൈനസ് എന്താണ് ക്ലിയർ കവർ മൈനസ് ഡയമീറ്റർ. ഓക്കെ, ആ ഒരു രീതിയിലാണ്, ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പേസിങ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 3000 ഓക്കെ മൈനസ് 2 into 25 ക്ലിയർ കവർ, പിന്നെ രണ്ട് സൈഡിലും 16/2 മൈനസ് 16/2 മൈനസ് 16/2 16 ഡിവൈഡഡ് ബൈ 23 നമ്പേഴ്സ് ആണ്. അപ്പോൾ 22 നമ്പർ ഓഫ് സ്പേസിങ്സ് ആയിരിക്കും അതിൻ്റെ ഇടയിലുണ്ടാവുക. അപ്പോൾ വീൽ ഗെറ്റ് ഇറ്റ് ആസ് 128 mm എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ സ്പേസിങ്ങിൽ നിന്ന് കുറച്ച് കുറഞ്ഞ വാല്യൂ ആണ് നമ്മൾ എന്താണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊവൈഡ് 16 mm ഡയാ ബാർസ് അറ്റ് 125 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അലോങ് ദി ലോങ്ങർ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഷോർട്ടർ സൈഡിലുള്ളത് കണ്ടുപിടിക്കണം. അതിൻ്റെ മുന്നേ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടതായിരുന്നു, വിട്ടുപോയൊരു ഒരു പോയിൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ. അത് രണ്ട് കേസിലും കണ്ടുപിടിക്കണം. ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ LD എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് ഷുഡ് ബി ഈക്വൽ ടു മിനിമം 47 ഡയാമീറ്റർ ആണ്. അപ്പോൾ 47 × 16 ഇറ്റ് ഈസ് ഈക്വൽ ടു 572 mm. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്ത്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ലെങ്ത്താണ്. നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? we can take it as എന്താണ് 3500 മൈനസ് ലെങ്ത്ത് 0.25
750 ഡിവൈഡഡ് ബൈ 2. അതായത് എന്താണ് ടോട്ടൽ ലെങ്ത് മീൻസ് ഈ ഒരു ലെങ്ത് 3500 മൈനസ് 750, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ലെങ്ത്. അത് ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് മൈനസ് ഈ ഒരു ലെങ്ത്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെങ്ത്തായി. അപ്പോൾ ഇത്രയും ലെങ്ത്താണ് നമുക്ക് എന്തുള്ളത് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ക്ലിയർ കവറുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്പേസ് ഉള്ളത് പ്രൊവൈഡ് ചെയ്യാൻ. മൈനസ് 75. ഓക്കെ, അപ്പോൾ we'll get it as 1300 mm. അപ്പോൾ ഓക്കെ ആണ്, നമുക്ക് ഇത്ര പ്രൊവൈഡ് ചെയ്താൽ മതി. ബട്ട് വി ഹാവ് ദിസ് മച്ച് സ്പേസ്. അപ്പോൾ ഓക്കെ ആണ്. ഇനിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഈ ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്തും കഴിഞ്ഞു. അടുത്തത് റീൻഫോഴ്സ്മെൻറ്റ് along shorter direction. ഓക്കെ, ഷോർട്ടർ ഡയറക്ഷനിൽ വരുമ്പോൾ we can mux is equal to pu into y x minus a whole square divided by 8. 285 into 3.5 3 minus a 0.25 divided by square all divided by 8. That is equal to 942 kilonewton meter എന്ന് കിട്ടും. ഓക്കെ, ഇനി സിമിലർലി എന്താണ് നമ്മൾ AST കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 942 into 10⁶ is equal to 0.87 FY 415 into എന്താണ് D 609 into AST, ഇവിടെ AST ഉണ്ട്, into AST 1 minus 415 into AST divided by BD. BD ഈ കേസിൽ B എന്താണ് 3500 ആണ് വരിക, into 609 into 20. that is equal to AST കിട്ടുക 4479.50 mm square. റീൻഫോഴ്സ്മെൻറ്റ് അലോങ് ലോങ്ങർ സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ടർ സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ബാൻഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷോർട്ടർ ലെങ്ത്തിലുള്ള റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരു സെൻട്രൽ ബാൻഡും പിന്നെ സെൻട്രൽ ബാൻഡ് എന്ന് പറയും, സെൻട്രൽ ബാൻഡ്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ബാൻഡ് എ ബാൻഡ് ബി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെൻട്രൽ ബാൻഡിൽ നമ്മൾ ഈ സെൻട്രൽ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിങ്. അതായത് ഇത് അതർ വിഡ്ത്ത്, ഇതിപ്പോൾ ഇവിടെ 3000 ആണല്ലോ, ഈ 3000 ആണ് ഈ വിഡ്ത്ത് വരേണ്ടത്. അതായത് സെൻട്രൽ ബാൻഡിൻ്റെ വിഡ്ത്ത് വരേണ്ടത് 3000 ആണ്. അല്ലെങ്കിൽ എന്താണ് കോളത്തിൻ്റെ സപ്പോർട്ടഡ് ലെങ്ത്ത് അതറിയാലോ, സപ്പോർട്ടഡ് ലെങ്ത്ത് ഓഫ് ദി കോളത്തിന് അറിയാലോ. അപ്പോൾ ഇതിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ ആ വാല്യൂ ആണ് എന്ത് സെൻട്രൽ ബാൻഡിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത്രയും പോർഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റീല് അതിന് ഒരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേറെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ എന്താ നോക്കാം. ഇത് ഉള്ളത് ദിസ് ഈസ് ആസ് പെർ IS 456 ക്ലോസ് നമ്പർ 34.3.1 ഇൻ പേജ് നമ്പർ 65. അതായത് ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ 34.3.1 അതായത് C പോയിന്റ്, അതായത് in two-way reinforced rectangular footing the reinforcement in the long direction shall be distributed uniformly across the full width of the footing. For the reinforcement in the shorter direction a central band equal to the width of the footing shall be marked along
the length of the footing and the portion of the reinforcement determined in accordance with the equation given below shall be uniformly distributed across the central band എന്ന് പറഞ്ഞിട്ട് reinforcement in the central band divided by total reinforcement in shorter direction is equal to 2 by beta plus 1. ബീറ്റ എന്ന് പറഞ്ഞാൽ ലോങ് സൈഡിന് ഷോർട്ടർ സൈഡിന് റേഷ്യോ ആണ് എന്നൊക്കെ ഇതിലൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട AST ബാൻഡ്, അതായത് സെൻട്രൽ ബാൻഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റീലിൻ്റെ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു AST ഷോർട്ട്. അതായത് എന്താണ് അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ്. അതായത് ടോട്ടൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ ഷോർട്ടർ ഡയറക്ഷൻ, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ ഷോർട്ടർ ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. ഓക്കെ, അതിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് പ്ലസ് ബീറ്റ പ്ലസ് 1. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ ലോങ് സൈഡ് ഓഫ് ഫൂട്ടിംഗ് divided by short side of footing. ഓക്കെ, ഇപ്പോൾ ലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ 3500 ആണ് ഡിവൈഡഡ് ബൈ 3000. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.16. അത് AST ബാൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 4479.5 ബീറ്റ 1.16 പ്ലസ് 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 4147 mm². അതായത് ഈ ഒരു സെൻട്രൽ ബാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും AST വരുന്ന സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം. ബാക്കിയുള്ളത് മറ്റുള്ള 2 ബാൻഡിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ആ ഒരു ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 16 mm ഡയാബാസ് ആണ്. യൂസിങ് 16 mm ഡയാബാസ് എന്താണ് സെൻട്രൽ ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബാസ് is equal to 4147 divided by pi by 4 into 16 square. Number 20.6 approximately equal to 21 numbers. Okay, ഇനി മറ്റുള്ള ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് റിമൈനിങ് റീഇൻഫോഴ്സ്മെൻറ്റ് AST for each band. It is equal to ടോട്ടൽ ഷോർട്ടറിലുള്ളത് മൈനസ് 4147 ഡിവൈഡഡ് ബൈ 2 116 mm² ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്പർ ഓഫ് 16 mm ഡയാബാസ് ഈസ് ഫോർ ഈച്ച് ബാൻഡ് ഈസ് ഈക്വൽ ടു 116 ഡിവൈഡഡ് ബൈ pi by 4 ഇൻറ്റു 16 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടുക. അപ്പോൾ മിനിമം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, 3 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. സോ പ്രൊവൈഡ് മിനിമം ഓഫ് 3 bars each on each bands. ഓക്കെ, അപ്പോൾ ആ വരുന്ന എന്താണ് നമ്മൾ മിനിമം 3 പ്രൊവൈഡ് ചെയ്യുക. എത്രയാണ് ലെങ്ത്ത് എന്നുള്ളത്, അതായത് ബാൻഡിൻ്റെ വിഡ്ത്ത് വരുന്നത്, അതായത് മറ്റുള്ള 2 ബാൻഡിൻ്റെയും വിഡ്ത്ത് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുക. വിഡ്ത്ത് ഓഫ് ഈച്ച് ബാൻഡ് ഈക്വൽ ടു L minus B by 2, അതായത് 3500 minus 3000 divided by 2. that is equal to എത്രയാണ് 250. ഓക്കെ, 250 mm. അപ്പോൾ എന്താണ് നമുക്ക് ഓരോ കേസിൽ എത്രത്തോളമാണ് സ്റ്റീല് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഇനി നമ്മൾ ഇതിലും എന്ത് ചെയ്യണം, ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ദറ്റ് ഈസ് ഈക്വൽ ടു സെയിം ആണ് 47 ഡയ ആണ്. അപ്പോൾ 47 × 16 752 mm. ഓക്കെ, നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്, അതായത് ഡെവലപ്മെൻറ്റ് LD എന്ന് ഡിനോട്ട് ചെയ്താൽ LD അവൈലബിൾ ഈസ് ഈക്വൽ ടു എന്താണ്
ദി അതർ സൈഡ്, അതായത് 3500 മൈനസ് 750 ഡിവൈഡഡ് ബൈ 2 മൈനസ് 75. ഓക്കെ, അത് 1300 mm എന്ന് കിട്ടും. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 752. അപ്പോൾ എന്താണ്, ഓക്കെ ആണ്. ഇതാണ് എന്ത്, നമുക്കിപ്പോൾ എത്രയാണ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് കിട്ടി. ഇനി നമുക്കൊരു ചെക്ക് കൂടെ ഉണ്ട്. ചെക്ക് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലോഡ് അറ്റ് ബേസ്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റെപ്പ് 6 ആയിട്ട് എഴുതാം. സ്റ്റെപ്പ് 6. ഓക്കെ, അത് ഉള്ളത് IS 456 പേജ് നമ്പർ 65 ക്ലോസ് 34.4. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ലോഡ് അറ്റ് ദ ബേസ് ഓഫ് ദി കോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ദി കംപ്രസീവ് സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദി കോളം or pedestal shall be considered as being transferred by bearing to the top of supporting pedestal or column. The bearing pressure on the loaded area shall not exceed the permissible bearing stress in direct compression multiplied by the value equal to root of A1 by A2 but not greater than 2. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കോളം ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത്ത് 750 mm. ഈ ഒരു സൈഡ് ഓഫ് കോളം 750 mm. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എന്താണ്, A1 by A2 ഇൻറ്റു എന്താണ് ബിയറിംഗ് സ്ട്രെസ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ. ആ ഒരു വാല്യൂ എന്താണ്, ബിയറിംഗ് ആ ലോഡഡ് ഏരിയയിൽ വരുന്ന ബിയറിംഗ് പ്രഷറിനെക്കാട്ടിലും എന്താ പറയുക, കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഷുഡ് നോട്ട് എക്സീഡ് എന്നാണ് പറയുന്നത്. അതായത് ലോഡഡ് ഏരിയയിൽ വരുന്ന പ്രഷർ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂവിനെക്കാട്ടിലും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് A1ഉം A2 എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് ഇൻറ്റു ഡയറക്റ്റ് കംപ്രഷൻ്റെ വാല്യൂ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റേ വാല്യൂവിനേക്കാൾ കുറവാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ഏരിയ ഓഫ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ഫൂട്ടിംഗ് വിച്ച് ഈസ് സ്ലോപ്ഡ് ഓർ സ്റ്റെപ്പ് ഫൂട്ടിംഗ് മേ ബി ടേക്കൺ ആസ് ദി ഏരിയ ഓഫ് ദി ലോവർ ബേസ് ഓഫ് ദി ലാർജസ്റ്റ് ഫ്രസ്റ്റം ഓഫ് എ പിരമിഡ് ഓർ എ കോളം കണ്ടെയ്ൻഡ് wholly within the footing and having an upper base. The area actually loaded and having a side slope of 1 vertical to 2 horizontal. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് 750 ആണല്ലേ. ഈ ഒരു ലെങ്ത്ത്, അതായത് 2:1 എന്നുള്ള സ്ലോപ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ലെങ്ത്ത്, അതായത് 2:1 ആണല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 700 into 2 ആണ്. അപ്പോൾ 1400 വരും ഈ ഒരു ലെങ്ത്തും. അത് പ്ലസ് 750. ആക്ച്വലി പറയുകയാണെങ്കിൽ ഫൂട്ടിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ ലെങ്ത്ത് വരും. പക്ഷേ എന്താണ്, നമുക്ക് ഈ ഒരു കേസിൽ മീൻസ് അത് ഓക്കെയാണ്. കാരണം നമ്മൾ അത്രയും വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡെപ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്താണ് അതിലും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നതെന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് A1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഏരിയ, അതായത് 750 പ്ലസ് 2 into 1400, സോറി ഇത് L' ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3520 mm. B dash is equal to 250 plus 2 into 1400, that is equal to 3050 mm. ഓക്കെ, അപ്പോൾ A dash എന്ന് പറഞ്ഞാൽ A dash അല്ല, A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ്. അതായത് നമുക്ക് കിട്ടുക 10736,000 mm² എന്ന് കിട്ടും. അതാണ് എന്താണ് A1.
A2 പറയുന്നത് എന്താ വെച്ചാൽ ലോഡഡ് ഏരിയ ഓഫ് ദി കോളം ബേസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 750 ഇൻറ്റു 250. ദാറ്റ് ഈസ് ഈക്വൽ ടു 187500. ഓക്കെ. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് എന്താണ്, പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദ വാല്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ്, അതായത് പെർമിസിബിൾ വാല്യൂ ഓഫ് ബിയറിംഗ് അല്ലെങ്കിൽ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.45 FCK റൂട്ട് ഓഫ് A1 by A2. ഓക്കെ, ഇത് കിട്ടുക 0.45 ഇൻറ്റു 20 റൂട്ട് ഓഫ് 10736 by 1. ഓക്കെ, നമുക്ക് ഈ ഒരു A1 by റൂട്ട് ഓഫ് A1 by A2 നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്ത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 7 ആണ്. പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് ഇതിൽ ബട്ട് നോട്ട് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു വാല്യൂ കൺസിഡർ ചെയ്യാണ്ട്, ഓക്കെ, പെർമിസിബിൾ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടുക എത്രയാണ്, 80 Nm/mm² ആണ്. ഇനി ആക്ച്വൽ ബിയറിംഗ് സ്ട്രെസ് എത്രയാണ്, നമുക്ക് നമ്മുടെ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂ ആണ്. അതായത് 1.5 ഇൻറ്റു 3000 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 750 ഇൻറ്റു 250. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആക്ച്വൽ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 2000 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് അല്ല, ഏരിയ ഓഫ് ദി കോളമാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 16 Nm/mm² എന്ന് കിട്ടും. അപ്പോൾ പെർമിസിബിൾ വാല്യൂനെക്കാട്ടിലും കുറവാണിത് നമുക്ക് ആക്ച്വൽ ഉള്ള വാല്യൂ. അപ്പോൾ എന്താണ്, സേഫ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, കോളം ഇത് 750 mm സൈഡാണ് വരിക. ഇത് മെയിൻ ബാറാണ്. വേണമെങ്കിൽ അത് എത്ര ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമ്പേഴ്സൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. സിറപ്പിൻ്റെ സ്പേസിങ്ങോ സിറപ്പിൻ്റെ ഇതൊക്കെ മാർക്ക് ചെയ്യാമെങ്കിൽ. പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ലോങ് സ്പാനിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയായിരുന്നു, 50 numbers of means along long span എത്രയായിരുന്നു, 50 numbers of 16 mm ഡയാബാസ് ആണ് അറ്റ് 125 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ഷോർട്ടർ സൈഡിൽ വരുന്നത്, അതായത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതിൽ എന്താണ് സെൻട്രൽ ബാൻഡായിട്ടും 2 എഡ്ജ് ബാൻഡായിട്ടുണ്ട്. സെൻട്രൽ ബാൻഡിൽ 2000 ഡിസ്റ്റൻസിലാണ് പ്രൊവൈഡ് ചെയ്യുക. അതിൽ 9 numbers of 16 mm ഡയാബാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 എൻഡ് ബാൻഡിലും 3 numbers പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ കോളത്തിൻ്റെ ഡെപ്ത്ത് കിട്ടിയത്, അതായത് ഇഫക്റ്റീവ് ഡെപ്ത്ത് കിട്ടിയത് 700 ആണ്. ഇഫക്റ്റീവ് ഡെപ്ത്ത് 609 ആണ്. ഓവറോൾ ഡെപ്ത്ത് 700 ആണ്. പിന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്താണ്. അതായത് നമുക്ക് എത്രത്തോളം മിനിമം എത്ര ഡെവലപ്മെൻറ്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ആണ്. നമുക്കിവിടെ ഇത്രയും സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അതായത് എന്താണ് ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ മൈനസ് കോളത്തിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 2 മൈനസ് എന്താണ് കവർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. താങ്ക് യു.